നമസ്കാരം. കാരുണ്യമൂർത്തിയായ ശ്രീ എറണാകുളത്തപ്പൻ്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഒരു മഹാവ്യക്തിത്വത്തെ ഇന്ന് ക്ഷേത്ര മീഡിയ പരിചയപ്പെടുത്തുകയാണ്. അതിന് കാരണമുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് 1979 ഭഗവാന്റെ തിരുനാമങ്ങൾ ചന്ദ്രക്കല പൂച്ചൂടിയ ഭഗവാനെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഗാനം സമർപ്പിച്ച് അർച്ചനകളോടുകൂടി തുടങ്ങിയ ആ ജീവിതം ഇന്ന് വർഷങ്ങൾക്ക് ഇപ്പുറത്തെത്തി നിൽക്കുമ്പോൾ എറണാകുളത്തപ്പൻ പുരസ്കാര സമർപ്പണത്തിൻ്റെ ആ നെറുകയിൽ ചന്ദ്രക്കല ചൂടിയ ഭഗവാൻ തന്നെ അത് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മഹാ വ്യക്തിയെ, അഥവാ ഒരു എന്താ പറയുക, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും കേരളത്തെ ജനതയ്ക്ക് ആകമാനം സുപരിചിതമായ മുഖവരയുടെ ആവശ്യമില്ലാത്ത RK എന്ന 2 അക്ഷരങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കവിയും ഗാനരചയിതാവും മനുഷ്യസ്നേഹിയുമായ മഹാവ്യക്തിയെ, കേരള സമൂഹത്തിന് തന്നെ ഏറ്റവും മാതൃകയായിട്ടുള്ള ആ വ്യക്തിയെ ക്ഷേത്ര മീഡിയ പരിചയപ്പെടുത്തുന്നു. വളരെയധികം നന്മ കലർന്ന ഈ നിമിഷത്തിൽ നമസ്കാരം. RK ദാമോദരൻ എന്ന് പറയുന്ന വാക്ക്, ആ ഒരു പേര് ഇന്ന് കേരളം ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങയുടെ എന്താ പറയുക, സദ്ഗുണ ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന വരികളിലൂടെയാണ്. പാപം മറിച്ചിട്ടാൽ പമ്പയും, അതുപോലെ തന്നെ എത്രയെത്രയോ ഗാനങ്ങളെ, എണ്ണിയാൽ ഒടുങ്ങാത്ത ഗാനങ്ങളുടെയൊക്കെ പട്ടികയിലേക്ക്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു പോയ ജയചന്ദ്രന് വേണ്ടി തന്നെ 117 പാട്ടുകൾ അങ്ങയുടെ പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാൻ പ്രാപ്തമാക്കിയ നിരവധി സന്നിധാനങ്ങളിൽ ഒന്നാണ് എറണാകുളത്തപ്പൻ. ഇവിടെ നിത്യസന്ദർശകനും ഉപാസകനുമായിട്ടുള്ള അങ്ങേക്കാണ് ഇത്തവണത്തെ എറണാകുളത്തപ്പൻ പുരസ്കാരവും ആ ഭഗവത് നിശ്ചയപ്രകാരം നൽകുന്നത്. അത് ഏറ്റുവാങ്ങാൻ പോവുകയാണ് 1-ാം തീയതി. അപ്പോൾ ഈ ഒരു ധന്യമായ നിമിഷത്തിൽ ക്ഷേത്ര മീഡിയയിലൂടെ അങ്ങയെ സ്നേഹിക്കുന്ന, അങ്ങയെ നെഞ്ചോട് ചേർക്കുന്ന പ്രേക്ഷകരോട്, ആസ്വാദകരോട് എന്താണ് പറയാനുള്ളത്? ഞാനെന്ന ഗാനം എന്ന് പറയുന്നത് തന്നെ സാക്ഷാൽ നാദശരീരനാണ് ശിവൻ എന്ന് പറയുന്നത്. അജശരീര പരാമ ശങ്കര നാദശരീര പര. ഇപ്പോൾ എറണാകുളത്തപ്പൻ്റെ നടയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു പാലക്കാട്ടുകാരനാണ്. ഇവിടേക്ക് എൻ്റെ മുത്തച്ഛൻ വന്ന് കുടിയേറി പാർത്തൊരു നഗരമാണ്. പക്ഷേ ഈ നഗരത്തിൽ വന്നിട്ട് 65 വർഷമായി എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ വാസിച്ച് തൊഴുത്, അങ്ങനെ ഒരു സാധാരണ കുട്ടിയായിട്ട് വന്ന് ഇവിടുത്തെ കൗതുകങ്ങളൊക്കെ കണ്ട് വളർന്ന് വിളിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം തന്നെ ഞാൻ ഒരു ഗാനം അല്ലെങ്കിൽ സംഗീതം അതൊക്കെ കവിതയൊക്കെ ഉപാസിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എൻ്റെ മനസ്സിലുള്ള ഭാവനകളൊക്കെ അങ്ങനെയാണ്. അപ്പം ഞാനിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭഗവാന്റെ വലിയ പ്രകീർത്തനമൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജൈവ താളമാണ്. തീർച്ചയായും. കാരണം നമ്മുടെ ഹൃദയം 72 പ്രാവശ്യം മിടിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ അതൊരു ജൈവ താളമാണ്. ഈ താളം എന്ന വാക്ക് തന്നെ ഉണ്ടായിരുന്നത് താണ്ഡവം എന്ന് പറയുന്നതിലെ തായും ശ്രീപാർവതിയുടെ നൃത്തമായ ലാസ്യത്തിലുള്ള ലായും ചേർന്നാണ് താളം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ആദിമമായ താളം തന്നെ ഭഗവാനാണ്. ശിവനായിട്ടോ ശ്രീപാർവതി ദേവിയായിട്ടോ എന്തായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ആ തലത്തിൽ ആധ്യാത്മികമായിട്ട് ഭാരതത്തിൻ്റെ ഘടനയിൽ തന്നെ ആ താളമുണ്ട്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം എടുത്ത് വായിച്ചാലും അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉപാസിച്ച് എഴുതി കഴിഞ്ഞപ്പോൾ ഈ ഭഗവാനെക്കുറിച്ച് എനിക്ക് എഴുതാൻ കഴിഞ്ഞ ആകസ്മികതയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ മഹാരാജശ്രീ എറണാകുളത്തെ ക്ഷേത്രത്തിൻ്റെ തൊട്ടുള്ള മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം രാധാകൃഷ്ണനെ ഈ നടക്കിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. കോളേജിൽ വെച്ച് പരിചയമുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ നടയിൽ വെച്ച് ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ തവണത്തെ ഉത്സവത്തിന് ആറാട്ടിന് ഞാനൊരു ഗാനമേള, ഭക്തിഗാനമേള അവതരിപ്പിക്കുന്നുണ്ട്, അതിലേക്കൊരു ഭഗവാന്റെ പാട്ട് എഴുതി തരുമെന്ന് ചോദിച്ചു. ആകസ്മികമാണ്. അപ്പോൾ ഞാൻ എത്ര വർഷം മുമ്പാണ്? അത് 79 കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ 79 സംഭവിക്കുന്നത്. ഞങ്ങളുടെ ഒരു കൂട്ടുകെട്ട് തന്നെ തുടങ്ങുന്നത്. ആ കൂട്ടുകെട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഈ എറണാകുളത്തപ്പൻ്റെ ആറാട്ട് കാണാനാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള സംഭവം. ഈ ഭഗവാനെ നമ്മൾ ശ്രീകോവിലിൽ കാണുന്ന ചന്ദ്രകലാധരനായിട്ടുള്ള അതേ ഇതാണ് നമ്മളുടെ തിടമ്പിലുള്ള തിടമ്പിൽ, ഭഗവാന്റെ തിടമ്പിൽ മുകളിലൊരു ചന്ദ്രക്കല ഉണ്ടാവും. ആ ചന്ദ്രക്കലയിൽ 2 നാരങ്ങ കുത്തി പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ ഞാൻ കാണുന്ന അവസരത്തിൽ ഒരു ലക്ഷ്മി നാരായണ സ്വാമി എന്ന് പറയുന്ന ആൾ ഇങ്ങനെ വലിയ തിടമ്പും പിടിച്ച് ആനപ്പുറത്ത് തിടമ്പ് കയറുന്ന നിമിഷത്തിലാണ് പഞ്ചവാദ്യത്തിൽ പതികാലത്തിന് താളമിടുന്നത്. അപ്പോൾ ആറാട്ട് ഭഗവാൻ ഇങ്ങനെ കുളിച്ച് ആറാട്ട് കടവിൽ നിന്ന് ഇങ്ങനെ കോലം കയറുന്ന ആ സന്ദർഭത്തിലുള്ള, അപ്പോൾ ഇത് ആറാട്ടിനാണ് ഈ രാധാകൃഷ്ണൻ്റെ ഗാനമേളയുള്ളത്. അപ്പോൾ ഇതിനെ ഒന്ന് വർണ്ണിക്കാനായിട്ട് ഒന്ന് എഴുതിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തന്നെ തുടങ്ങി. ആറാട്ടിന് എന്താണല്ലോ ഈ ഗാനം വരുന്നത്. അപ്പോൾ ചന്ദ്രക്കല പൂച്ചൂടി സ്വർണ്ണ മണിനാഗമാല ചാർത്തി
ആറാട്ടുകടവിൽ നിന്ന് എഴുന്നള്ളും ഭഗവാൻ എന്ന പ്രണാമം എന്ന് പറയുന്ന ഒരു കവിത എഴുതി കൊടുത്ത് രാധാകൃഷ്ണൻ അത് മനോഹരമായിട്ട് ട്യൂൺ ചെയ്യുകയും കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ എന്ന് പറയുന്ന പാട്ടുകാരനെ കൊണ്ട് അത് പാടിക്കുകയും ഒക്കെ ചെയ്തു വന്നു. അത് ആദ്യത്തെ ഒരു പാട്ടിൻ്റെ ഒരു സംഭവമായിട്ട് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ നമ്മുടെ സാഹിത്യമായാലും ഇതൊക്കെ ഉണ്ടാവുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഇവിടുത്തെ അമ്പലത്തിലൊക്കെ വന്നതിന് ശേഷം ഒരു കവി എന്നുള്ള നിലയ്ക്ക് ഭാരതത്തിലൊരു കവി എന്നുള്ള നിലയ്ക്ക് രാമായണം വായിക്കാതെ വാൽമീകിയുടെ രാമായണം ഉൾക്കൊള്ളാതെ ഒരു കവിക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ നിമിത്തം എന്നോണം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഭാരവാഹികൾ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. ഇവിടെ രാമായണ മാസ ആചരണം ഉണ്ടല്ലോ, ആ ആചരണം നമുക്ക് ഇവിടെയും തുടങ്ങണം. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു സജഷൻ വെച്ചതെന്ന് വെച്ചാൽ എല്ലാവരുടെയും അമ്പലത്തിൽ രാമായണ പാരായണമുണ്ട് നിത്യം. അത് വേണ്ട നമുക്ക്, അത് വെറുതെ വന്ന ആളുകൾ ഇങ്ങനെ ചൊല്ലി പോകുന്നൊരു സമ്പ്രദായം. അത് വേണ്ട. ഈ രാമായണത്തിനെ നമുക്കൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യിക്കണം. അതിൻ്റെ തത്വം എന്താണ്? രാമൻ്റെ തത്വമാണ്. അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? രാമൻ്റെ തത്വം എന്നാണ്. ഇപ്പോൾ നമുക്ക് രാമനെ അറിയില്ല, രാവണനെ അറിയില്ല, സീതയെ അറിയില്ല, ഹനുമാനെ അറിയില്ല എന്നുള്ള മട്ടിലുള്ള ഒരു രാമായണ പാരായണം നടക്കണം. അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ 32 ദിവസം, കർക്കിടക മാസത്തിലെ 32 ദിവസം രാമായണ മാസാചരണം. എങ്ങനെയാണെന്നറിയോ? സാധാരണ നിലയ്ക്കല്ല, വ്യാഖ്യാനമല്ല, അങ്ങനെയല്ല. ഒരു ദിവസം ഒരു വിഷയത്തിൽ 1 മണിക്കൂർ ഒരു പണ്ഡിതൻ സംസാരിക്കുന്നു. കാരണം നമുക്കറിയാത്തൊരു വിഷയം എടുത്തു, ആ വിഷയം എടുത്തു കൊടുത്താൽ അതിനെക്കുറിച്ച് പറയും, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ വിശ്വംഭരൻ സാർ അടക്കമുള്ളവർ, അപ്പോൾ ശംഭൂകൻ്റെ ഒരു സംഭവം അങ്ങനെയാണ്. അതിനെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണയുണ്ട്, എന്തിനാണ് ശംഭുവിനെ വധിച്ചത്. അപ്പോൾ അതിൻ്റെ ഫിലോസഫി എന്താണെന്ന് പറയാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട്. മാത്രമല്ല ഇവിടുത്തെ സുനിൽ പി ഇളയിടത്തിനെ പോലുള്ള മാർക്സിസ്റ്റ് വ്യാഖ്യാനങ്ങൾ, അവർ തെറ്റായിട്ടോ തെനിയായിട്ടോ എന്തോ ആകട്ടെ, ആ വ്യാഖ്യാനം പറയിക്കാൻ വരെ സുനിൽ പി ഇളയിടം വന്നു. പിന്നെ പൂക്കാസ എന്ന് പറയുന്ന പുരോഗമന കലാസാഹിത്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ നമ്മുടെ ഇദ്ദേഹമില്ലേ, എന്താ പറയുക, തൃപ്പൂണിത്തുറയിലുള്ള പൗലോസ് സാറ്, ഡോക്ടർ പൗലോസ് സാറ്, അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ അവരൊക്കെ അവരുടെ വേർഷൻ എത്ര വേർഷൻ, ലീലാവ് ടീച്ചർ വന്നു, സാനുമാഷ വന്നു, കേരളത്തിലുള്ള പ്രൗഢമായിട്ടുള്ള സൂര്യ കൃഷ്ണമൂർത്തി വന്നു, ശാസ്ത്രത്തിൻ്റെ എങ്ങനെയാണ് ഡോക്ടർ പത്മജൻ വന്നിട്ട് പറഞ്ഞ കായകൽപ്പ ചികിത്സ രാമായണത്തിൽ എങ്ങനെ ഉണ്ടായി. അപ്പോൾ ഈ രാമൻ്റെ തത്വം എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തു, വലിയൊരു സംഭവം ഉണ്ടാക്കി. അപ്പോൾ ഈ രാമായണവും ഈ ഞാനെന്ന കവിയും അല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഈ രാമായണത്തിന് ഇവിടെ എന്താ പ്രസക്തി എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കുമ്പോൾ ഈ രാമായണത്തിൽ തന്നെ സാക്ഷാൽ ഉമ എന്ന് പറയുന്ന ശ്രീപാർവതി ദേവി സംവാദം പറയണം, ഉമാമഹേശ്വര സംവാദം, എനിക്ക് രാമൻ്റെ കഥ കേൾക്കണം എന്ന് ഭഗവാനോട് പറഞ്ഞ് രാമൻ്റെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അത് നമ്മളോടൊക്കെ പറഞ്ഞത് ഈ രാമൻ്റെ തത്വം എന്താണ്, രാമൻ എന്താണ്, രാമൻ എന്ന കവിത എന്താണ്, രാമൻ എന്ന ദർശനം എന്താണ്, രാമൻ എന്ന കഥ എന്താണ്, രാമായണം എന്താണെന്നൊക്കെ പറയുന്ന അതൊക്കെ ഒരു കവി എന്ന നിലയ്ക്കല്ല, ഒരു ദാർശനികൻ എന്ന നിലയ്ക്കൊക്കെ ഈ ഭഗവാൻ എന്നോടൊരു നിയോഗമായിട്ട് ഇത് ചെയ്യിച്ചു. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ. ഈ പാട്ട് എഴുതിയൊക്കെ ഉണ്ട്, പക്ഷെ അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്തു, MT വാസുദേവൻ നായരെ ഇവിടെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിചയമുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു അറിയോ, ദാമോദര എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എറണാകുളത്തപ്പൻ്റെ അവിടെ ഉള്ളത് ഇവിടെ വെക്കണമെന്ന് പറയാൻ നിർത്തിയില്ലല്ലോ, അപ്പോൾ അത് അവിടെ ഭംഗിയായിട്ട് നടക്കട്ടെ. അദ്ദേഹം ഒരു കാര്യം എൻ്റെ കൂടെ പറഞ്ഞു, എനിക്ക് തുഞ്ചൻ പറമ്പിൽ ചെയ്യാൻ കഴിയാതിരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ലാത്തത് ദാമോദരന് എറണാകുളത്തപ്പൻ്റെ നടയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നമ്മളുടെ കേരളത്തിൻ്റെ മാത്രമല്ല ആർഷഭാരതത്തിൻ്റെ അല്ലെങ്കിൽ രാമായണത്തിൻ്റെയൊക്കെ ഒരു തത്വം ഇങ്ങനെ ഒരു കുറേ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെറുതെ വന്ന് ഇവിടെ വന്ന് തൊഴുതു പുഷ്പാഞ്ജലി ചെയ്ത് പോവുമല്ല, ഈ ശിവൻ്റെ തത്വം എന്താണ്, ആന്തരികമായ തത്വങ്ങൾ എന്താണ് എന്നൊക്കെ പഠിക്കാനല്ല. ഇപ്പോൾ ഉത്സവം തുടങ്ങാൻ പോവാണ്. ഈ ഉത്സവം എന്ന തന്നെ വാക്ക് തന്നെ മഹാവി അക്കിത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉത്സവം എന്നാണ്, മുകളിലോട്ടുള്ള ഒഴുക്ക് എന്നാണ്. മുകളിലോട്ടുള്ള ഒഴുക്ക് ശാസ്ത്രത്തിലില്ല, കീഴ്പോട്ടേ ഒഴുക്കുള്ളൂ. അപ്പോൾ ആധ്യാത്മികതയിലുള്ള ഇതാണ് കുണ്ടലിൽ നിന്ന് നമ്മളുടെ ഇതിനെ സഹസ്രാര പത്മത്തിലേക്കുള്ള ഉയർച്ചയാണ്, അപ്ലിഫ്റ്റിംഗ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന വലിയൊരു ദർശനമൊക്കെ
ഈ നമ്മളുടെ ശിവനിലും ഈ തത്വത്തിലും ഉമയിലും ഒക്കെ ഉള്ളത്. അതാണ് എറണാകുളത്തപ്പനിൽ ഞാൻ പഠിച്ചെടുത്ത വലിയൊരു സംഭവം. അതിനൊക്കെ എന്നെ പാകമാക്കാനായിട്ട് ഭഗവാൻ പരീക്ഷിച്ചിട്ട് എത്ര കാലമെന്നറിയോ? എനിക്ക് 71 വയസ്സായി ഇപ്പോൾ. അപ്പോൾ അതെ, 65 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് നിന്നെ എന്നാ നമുക്കൊരു ഒരു പ്രസാദത്തിൻ്റെ ഒരു തുള്ളി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു നേദ്യം തരാണ്. പക്ഷേ ഞാൻ അതിനെ വിലമതിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും വലിയൊരു ആധ്യാത്മിക സംസ്കാരം എന്നിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാണ് ഞാനിവിടെ ഈ കാണുന്ന ഉത്സവത്തിൻ്റെ ആചാരങ്ങളോ ആഘോഷങ്ങളോ അതിൻ്റെ അപ്പുറമായിട്ട് കാണുന്നത് എന്നിലെന്ന മനുഷ്യനെ ഒരു വലിയ ദർശനത്തിലേക്കോ കവിയിലേക്കോ ഒക്കെ നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ക്ഷേത്ര നടയിൽ നിൽക്കുമ്പോൾ ക്ഷേത്രം എന്നതിനെ തന്നെ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ വൃദ്ധിക്ഷയങ്ങൾ, ഈ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം പോലെ ഈ ദാമോദരൻ്റെ വൃദ്ധിക്ഷയങ്ങളെ മുഴുവൻ ഈ ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വലിയൊരു ഇതായിട്ട് പ്രകാശിപ്പിച്ച് നിർത്തിയുള്ള ഒരു ധന്യതയിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. അതാണ് ഈ പുരസ്കാരം മേടിക്കുന്നതിലൊന്നും അല്ല സംഭവം. എല്ലാ തിരസ്കാരങ്ങൾക്ക് അപ്പുറമാണ് മനുഷ്യനെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഒരു പുരസ്കാരം എന്ന് ഞാൻ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സകല തിരസ്കാരങ്ങൾക്കും അപ്പുറത്ത് ഭഗവാൻ തരുന്ന ഒരു പുരസ്കാരം അത് ഏറ്റവും മഹത്തരമാണ്. കാരണം സർഗക്രിയാസാരം തേടി ഈ പ്രപഞ്ച രഹസ്യം തേടിപ്പോയ ഋഷിപരമ്പരകളുടെ പാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് സഞ്ചരിച്ച ഒരു സാധാരണ ദാമോദരൻ എന്ന വ്യക്തി, ആ വ്യക്തിയിൽ നിന്നും ഒരു ദാർശനികയിലേക്കുള്ള കവിയിലേക്കുള്ള ആ ഒരു പരിണാമം ഒരു പക്ഷേ ഈ ഒരു ക്ഷേത്ര സന്നിധാനത്തിൽ നിന്നും പകർന്നു കിട്ടിയ ഊർജം അതിന് ഒരു പാഥേയമായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു. ഇത്തരത്തിലുള്ളൊരു മഹാനുഭാവന് നൽകുന്ന എറണാകുളത്തപ്പൻ പുരസ്കാരം അത് വലിയൊരു ബഹുമതിയുടെയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക നേദ്യമായിട്ട്, ആ ഭഗവത് പ്രസാദമായിട്ടാണ് അദ്ദേഹം അത് സ്വീകരിക്കുന്നത്. ഈ വലിയ മനുഷ്യനെ പരിചയപ്പെടുത്തിയ ചാരിതാർത്ഥ്യത്തോടുകൂടി ക്ഷേത്ര മീഡിയ അദ്ദേഹത്തിന് എല്ലാവിധ ഇനിയുള്ള കാലങ്ങളിലും ഈ സഭര്യ തുടരാൻ അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹ കൃപാ കടാക്ഷങ്ങളും ശ്രീ കിരാതമൂർത്തി പാർവതി സമേതം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഭിമുഖം ഇവിടെ പര്യവസാനിക്കുന്നു. നമസ്കാരം.